ഇന്ന് ആദ്യമായി പാടാൻ എത്തുന്നത് നമ്മുടെ സ്റ്റാർ സീറ്റിൽ നിന്ന് ഹർഷയാണ്. നല്ലൊരു കയ്യടി കൊടുത്തുകൊണ്ട് നമുക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഹർഷ ഓൺ ടു ദ സ്റ്റേജ്. ഹർഷക്കുട്ടി ചേച്ചി, സ്റ്റാർ സീറ്റിൽ ഇപ്പൊ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബട്ട് പെട്ടെന്ന് ഒരു മത്സരം വന്നു അല്ലേ? എങ്ങനെ കാണുന്നു? പാടാ വിജയിക്കുക, ശ്രമിക്കാം. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ കറക്ഷൻസ് ഒക്കെ ചെയ്തോ? പ്രാക്ടീസ് ചെയ്തോ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തു. എത്ര നേരം പ്രാക്ടീസ് ചെയ്തു? പെർ ഡേ? രാവിലെ എണീറ്റ് പാടല്ലേ? കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞത്. രാവിലെ പാടാറുണ്ട്. ഓക്കെ, അപ്പം അതെല്ലാം മോളുടെ പാട്ടിൽ ഗുണം ചെയ്യട്ടെ. ഇന്ന് ഏത് സോങ്ങാ പാടാൻ പോകുന്നത്? ഇരുപുറം തഹയറ. ഓക്കെ, ആരാ സെലക്ട് ചെയ്തെന്നെ? ഷിഹാബ് അരീക്കോട്. ലാസ്റ്റ് ടൈമും മോളുടെ ഈ സോങ്ങും സെലക്ട് ചെയ്തത് സെയിം സാറന്നെ. ഓക്കെ, അപ്പൊ നമുക്കിനി സോങ്ങിന്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. ഇരുപുറം തഹയ്യറിൽ നമ്മുടെ OM സാറിന്റെ പാട്ട് തന്നെ അല്ലേ? OM കരുവാരക്കുണ്ടിന്റെ ട്രഡീഷണൽ തന്നെയാണ്. ട്രഡീഷണൽ എന്ന് പറയുമ്പോൾ OM അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ട ഒരു പേരായി വന്നിരിക്കുകയാണ്. ഇരുപുറം തഹയ്യറിനാൽ നിലക്കവേ എന്ന് മോയിൻകുട്ടി വൈദ്യരുടെ ബദർ പടയിൽ ഒരു പാട്ടുണ്ട്. അതിന്റെ ഒരു തുടക്കത്തിലെ വാക്കാണ് ഈ പാട്ടിലുള്ളത്. ഇതും ഒരു ബദർ പടപ്പാട്ടിലെ രംഗമാണ്. പ്രവാചകൻ മുഹമ്മദ് നബി തിരുമേനിയുടെ എളാപ്പ ഹംസ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ വളരെ ശൗര്യത്തോടു കൂടി ഇടപെടുന്ന രംഗവും അദ്ദേഹത്തിന്റെ വീര്യവുമാണ് ഈ പാട്ടിലെ ഇതിവൃത്തം. ഹംസ റളിയല്ലാഹുവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ശൗര്യത്തെക്കുറിച്ച്, അദ്ദേഹത്തിന്റെ യുദ്ധത്തിലുള്ള ഇടപെടലിനെ കുറിച്ചാണ് ഈ പാട്ട് പറയുന്നത്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് വമ്പുറ്റ ഹംസ റളിയല്ലാഹു എന്നുള്ള പാട്ട് കേട്ടില്ലേ? അത് അദ്ദേഹത്തെക്കുറിച്ചുള്ള പാട്ടാണ്. അതേപോലെ ഒരു രംഗമാണ് OM കരുവാരക്കുണ്ട് ഇവിടെ വിവരിക്കുന്നത്. ബദർ പടപ്പാട്ടിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ബദർ പടപ്പാട്ട് ഒരുപാട് ആൾ എഴുതിയിട്ടുണ്ട്. മോയിൻകുട്ടി വൈദ്യരുടേതാണ് ഏറ്റവും പ്രസിദ്ധം. ചാക്കിരി മൊയ്തീൻകുട്ടി എന്ന് പറഞ്ഞ ആള് ബദറുൽ കുബറ എന്ന പേരിൽ എഴുതിയിട്ടുണ്ട്. OM കുട്ടികളുടെ ബദർ പടപ്പാട്ട് എന്ന പേരിൽ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതേപോലെ അദ്ദേഹത്തിന്റെ മറ്റൊരു രചനയാണ് ബദറിലെ ഹംസ, നബിയുടെ എളാപ്പയാണ്, അവരെ കുറിച്ചുള്ള ഒരു പാട്ട്. ആ ഒരു ഗാംഭീര്യത്തോടു കൂടി മോൾ ഇത് പാടുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു പാട്ട് പാടിയിട്ട് മോൾ ഈ സീറ്റിലേക്ക് വന്നു. അത് വളരെ സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട്. തൽക്കാലം രക്ഷപ്പെട്ടു പോകാതെ നന്നായിട്ട് പാടണം, അല്ലെങ്കിൽ എന്താ ആ സീറ്റ് പിന്നെയും നമുക്ക് നഷ്ടപ്പെടും. അപ്പോ നന്നായിട്ട് പാടുക. ഓക്കെ മോളെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഹർഷക്കുട്ടി, അപ്പം ജഡ്ജസിന്റെ വിഷസ് ഒക്കെ കിട്ടി. ഇനി മോള് നന്നായിട്ട് പാടാ, ആ സീറ്റിലേക്ക് തന്നെ പോയിരിക്കാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ് ഫോർ യു. താങ്ക് യു. ലെറ്റ്സ് ചെക്ക് ഇറ്റ് ഔട്ട്. പടക്കളം പ്രതിയുടെ കർശനം പുകൾ പൊങ്കും പടയാളർ അടതേരെ അതിക്ഷണം ക്ഷണമിലെ ചതുർപ്പുറം കതിർമയില്ലെരി പൊരി ക്ഷണമിലെ ചതുർപ്പുറം കതിർമയില്ലെരി പൊരി കൊണ്ടത മണ്ഡല ഇണ്ടലമെങ്കും കണ്ടിടെ മോട്ടുകൾ കാട്ടിടും കൂട്ടം കൂട്ടമിലിട്ടൊരു സദ്ധമെ കൊട്ടൂരം ദിക്കുകൾ എട്ടിലും മലയൊലി പാരം ഇരുപുറം തഹയ്യറ
രംഭം പാരാകെയുണ്ട് അങ്കത്തിക ബാലെ പോർക്കളത്തിൽ വമ്പുടെ ഹംസ അമ്പൻതൂതിനരുളാലെ ഒരു രംഭം പാരാകെയുണ്ട് അങ്കത്തിക ബാലെ പോർക്കളത്തിൽ വമ്പുടെ ഹംസ അമ്പൻതൂതിനരുളാലെ ആരു തിങ്കൾ താരി തെങ്കും പൊങ്കിടും സംഗൃത തകതാകും പാർപ്പതും അർപ്പുതം കാഴ്ചകൾ തിങ്കുമേ തകർതാരോ തരമ പെരുമ കലമാ നിലമാ തരമാ പെരുമാ തകർത്തിയിൽ ചമറായി കലമ നിലമ പടവെട്ടും തടവായി കോട്ടി ഉഷർവാകി സിംഗരേ വമ്പൊട്ട് വമ്പും മികന്നിട്ടും അങ്കമതാനി ഇരുപുറം തഹയ്യരായി മയകൾ തകസ്സറ കടുവകൾ തടിമല്ല കടിനമിൽ ചീരി പൊടിപ്പാരി കിടുകിടുത്തിടെ പൂവി കിളരുമോ പിളരുമോ തേറി പടക്കളം പൊറുതിയുടെ കർഷണം പുകൾപൊങ്കും പടയാളർ അടവിടെ അതിക്ഷണം ക്ഷണമിലെ ചതുർപ്പുറം കതിർമയില്ലെരി പൊരി ക്ഷണമിലെ ചതുർപ്പുറം കതിർമയില്ലെരി പൊരി നേർക്കുനേരെ ശൈബത്തിനോട് ഹംസത്തൊലിയുള്ള നേരിട്ടു കൊണ്ടാവുക തരത്തെ പാടെ മാറ്റി അസദുള്ള നേർക്കുനേരെ ശൈബത്തിനോട് ഹംസത്തൊലിയുള്ള നേരിട്ടു കൊണ്ടാവുക തരത്തെ പാടെ മാറ്റി അസദുള്ള നീലപുലി അലിയാതാ പോരിനൊരുങ്ങി അണി നാടും മുമ്പേ പൊരുതി വലി തൊടതി മതമധു കൺകില്ല ജബാനേ തരമ പെരുമ കലമാ നിലമാ തരമാ പെരുമാ തകൃതിയിൽ ചമറായി കലമ നിലമ പടവെട്ടും തടവായി കോട്ടി ഉഷർവാകി സിംഗരേ വമ്പൊട്ട് വമ്പ് മികന്നിട്ടും അങ്കമതാനി തിരുപുറം തഹയ്യറായി മയർകൾ തകസ്സറ കടുവകൾ തടിമല്ലർ കടിനമിൽ ചീറി പൊടിപ്പാറി കിടുകിടുത്തിടെ പൂവി കിളരുമോ പിളരുമോ തേറി പുലിഹംസ പടക്കാളം പൊറുതിയുടെ കർഷണം പുകൾപൊങ്കും പടയാളർ അടവിടെ അതിക്ഷണം ക്ഷണമിലെ ചതുർപ്പുറം കതിർമയില്ലെരി പൊരി ക്ഷണമിലെ ചതുർപ്പുറം കതിർമയില്ലെരി പൊരി ശൂരിതങ്ങളിപ്പോലെ ചെപ്പാൻ ഉണ്ടബദറിടമേ സാരസപ്പൂ മുത്തരയരിക്കോർ വീര്യം കാട്ടിയ തലമേ ശൂരിതങ്ങളിപ്പോലെ ചെപ്പാൻ ഉണ്ടബദറിടമേ സാരസപ്പൂ മുത്തരയരിക്കോർ വീര്യം കാട്ടിയ തലമേ രസംഗൃത സുബർക്കത്ത് ഉണ്ടൊരു സുന്ദര മന്ദിരം പുക്കാൻ ഒത്തിടും പൊൻകിളി പോലെ പറക്കാൻ എത്തിടുവാൻ തുണയൾകോനേ തരമ പെരുമ കലമാ നിലമാ തരമാ പെരുമാ തകൃതിയിൽ ചമറായി കലമ നിലമ പടവെട്ടും തടവായി കോട്ടി ഉഷർവാകി സിംഗരേ വമ്പൊട്ട് വമ്പ് മികന്നിട്ടും അങ്കമതാനി തിരുപുറം തഹയ്യറായി മയകൾ തകസ്സറ കടുവകൾ തടിമല്ല കടിനമിൽ ചീറി പൊടിപ്പാറി കിടുകിടുത്തിടെ പൂവി കിളരുമോ പിളരുമോ തേറി പുലിഹംസ പടക്കാളം പൊറുതിയുടെ കർഷണം പുകൾപൊങ്കും പടയാളർ അടവിടെ അതിക്ഷണം ക്ഷണമിലെ ചതുർപ്പുറം കതിർമയില്ലെരി പൊരി ക്ഷണമിലെ ചതുർപ്പുറം കതിർമയില്ലെരി പൊരി കൊണ്ടത മണ്ഡല വിണ്ടലമെങ്കും കണ്ടിടെ മോട്ടുകൾ കാട്ടിടും കൂട്ടമില്ലിട്ടൊരു സദ്ധമെ കൊട്ടൂരം ദിക്കുകൾ എട്ടിലും മലയൊലിപ്പാരം ഇരുപുറം തഹയ്യറായി മയകൾ തകസ്സറ കടുവകൾ തടിമല്ലർ കടിനമിൽ ചീറി പൊടിപ്പാറി കിടുകിടുത്തിടെ പൂവി കിളരുമോ പിളരുമോ തേറി പുലിഹംസ പടക്കാളം പൊറുതിയുടെ കർഷണം പുകൾപൊങ്കും പടയാളർ അടവിടെ അതിക്ഷണം ക്ഷണമിലെ ചതുർപ്പുറം കതിർമയില്ലെരി പൊരി ക്ഷണമിലെ ചതുർപ്പുറം കതിർമയില്ലെരി പൊരി ഹർഷ ചേച്ചി ബ്യൂട്ടിഫുൾ സിംഗിങ് ഹർഷ താങ്ക് യു ശരിക്കും എൻജോയ് ചെയ്തു
ലിറിക്സ് ഭയങ്കര കുറെ ടഫ് വേർഡ്സ് ഉണ്ടല്ലോ അതിനകത്ത്. കടുവയോ കുറെ കടുവ വരുന്നുണ്ടല്ലോ അതിനകത്ത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടിരിക്കാൻ. ശരിക്കും ഞങ്ങളൊക്കെ എൻജോയ് ചെയ്തു അല്ലേ? എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? ഇനി നമുക്ക് ഹർഷന്റെ കമന്റ്സ് അറിയാം. ഐ സ്റ്റാർട്ട് വിത്ത് യു. ചേച്ചി. ഹർഷ, മാം. പൊടി പാറി. താങ്ക് യു മാം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ പാട്ട് കേട്ടപ്പോ ആ വരിയിലുണ്ടല്ലോ പൊടി പാറി അല്ലെ, താങ്ക് യു മാം. സലായിട്ട് പാടി. അതെന്തൊരു ആവേശം മാത്രമല്ല, മോളുടെ ആ ഒരു സ്റ്റൈല്, ഒരു ഹർഷ മോളുടേതായിട്ടൊരു സ്റ്റൈല് കൊണ്ടുവന്ന് പാടി. അതാണ് എനിക്കിഷ്ടമായത്. അനുപല്ലവി ചരണം ഒക്കെ പ്രത്യേകതയുണ്ടായിരുന്നു അതിന്റെ. നല്ല രസമായിട്ട് പാടി മോളെ കേട്ടോ. ഇടയ്ക്കൊന്നും ഒരു പ്രശ്നങ്ങളും ഞാൻ കണ്ടിട്ടില്ല. ലാസ്റ്റ് ശ്വാസം അടക്കി പിടിച്ചങ്ങോട്ട് പാടിയതിന്റെ ഒരു ഫിനിഷിംഗ് ഇല്ലേ, അവിടെ എത്തുമ്പോൾ മാത്രം ഒന്നും പറ്റിയിട്ടൊന്നുമില്ല, എന്നാലും അങ്ങനെ കൂടി പാടി. ഗംഭീരായി പാടി മോളെ. Thank you, ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു ചേച്ചി. ഫൈസൽ മാഷെ. മോളെ, സാധാരണ നമ്മൾ കേൾക്കുന്ന ട്രഡീഷണൽ, ഇപ്പോൾ ഈ കാലത്ത് ഇറങ്ങുന്ന ട്രഡീഷണൽ സോങ്സ് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഇത്. ഇത് ചിട്ടപ്പെടുത്തിയത് ഷിഹാബ് ഖാനാണ്. ഷിഹാബ് സാറാണ്. മോളെ പഠിപ്പിക്കുന്ന മാഷാണ് ഷിഹാബ് അരീക്കോട്. അദ്ദേഹം നല്ല പാട്ടുകാരനാണ്, സ്റ്റേറ്റിലൊക്കെ ഫസ്റ്റ് കിട്ടിയ പാട്ടുകാരനാണ്. ഏതായാലും ഒരു വ്യത്യസ്തതയുണ്ട് ഈ ട്യൂണിന്. സാധാരണ കേൾക്കുന്ന ഒരു ട്രാക്ക് അല്ല ഇത്. അതുകൊണ്ട് തന്നെ മോള് പിന്നെ ഭംഗിയായി പാടിയിട്ടുണ്ട്. താങ്ക് യു സാർ. ചില ഭാഗത്തൊക്കെ മോളുടേതായ ഒരു സ്റ്റൈൽ. ഒന്നാമത് ഈ ട്രഡീഷണൽ സോങ്സ് പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അക്ഷരങ്ങൾ വ്യക്തതയാണ്. അത് വളരെ കറക്റ്റായിരുന്നു മോള്. താങ്ക് യു സാർ. ആ ഒരു ആവർത്തിച്ചു വരുന്ന ഒരു ഭാഗമല്ലേ അത്, തലമാനില തരമാ പെരുമ തലമാ നിലമാ തരമാ പെരുമ തകൃതിയിൽ ചമറായി തലമ നിലമ പടവെട്ടും തടവായി പൊടി ഉഷർവാകെ സിംഗരേ വമ്പൊട്ട് വമ്പ് മികന്തിട്ടും അങ്കമതാനി. തലമ ആ ഒരു ഭാഗം മോള് കൊടുക്കുന്ന ഒരു പ്രത്യേക പ്ലാൻ ഉണ്ട്. അത് വളരെ ഗംഭീരമാണ്. താങ്ക് യു സാർ. അതാണ് ഈ പാട്ടിന്റെ എനിക്ക് തോന്നുന്ന ഒരു മാഷാങ്കം തന്നെ പഠിപ്പിച്ച അല്ലെ മോളെ ഭാഗം. അല്ല, അത് സാറ് പഠിപ്പിച്ചത്. മാപ്പിളപ്പാട്ടിൻ്റെതായ സ്വന്തമായ ചില കാര്യങ്ങളാണത്. അത് ആ പാട്ടിലേക്ക് ഇറങ്ങിയാൽ അത്തരം ചില കാര്യങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ മോളെ, ഗംഭീരമായി പാടി. ഞാൻ അർഷയിൽ നിന്ന് ഈ പാട്ടല്ല മുമ്പ് നമ്മളെ കേട്ട് വെച്ച് അതിൻ്റെയൊക്കെ മുകളിലാണ് ഈ പാട്ട് താങ്ക് യു കേട്ടോ. സാർ. ഓക്കെ, താങ്ക് യു ഫൈസൽ മാഷെ. വെരി ഗുഡ് കമന്റ്സ്. ഇനി നമുക്ക് ഷാൻജാനടുത്ത് ചോദിക്കാം. ഓവർ ടു യു. ഹർഷ, മോള് മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? അല്ല, കാരണം ആദ്യം പാടിയ ഒരു ഹർഷമൊന്നും അല്ല ഇപ്പോൾ ഉള്ളത്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ ഹർഷ പാടിയത് 2 കൈ കൊണ്ടും മൈക്ക് പിടിച്ച് വിറച്ച് പിന്നെ മൊത്തം പ്രശ്നമായിരുന്നു. ഇതിപ്പം ഫുൾ സ്പിരിറ്റില് ഫുൾ കോൺഫിഡൻസിൽ അടിച്ച് പൊളിച്ചൊക്കെ അല്ലേ പാടുന്നേ. സ്പീഡ് ഗുളിക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? ഇല്ലാന്ന്. മോളെ അസലായിട്ട് പാടി. താങ്ക് യു സാർ. ആകെ ഫസ്റ്റ് എനിക്കൊന്ന് ആ പല്ലവിയിൽ മാത്രം എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ ആ ഒരു ഓളത്തിൽ അങ്ങ് എൻജോയ് ചെയ്തങ്ങ് പോയി. പല്ലവിയിൽ മാത്രം ഈ ബേസ് വരുമ്പോൾ പിന്നെ ലിറിക്ക് എനിക്ക് കുറച്ചൊന്നും മനസ്സിലായില്ല. പിന്നെ പാട്ട് പകുതി എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി ലിറിക്ക് എനിക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല എന്നുള്ള കാര്യം. എന്നാലും മോള് നന്നായിട്ട് തന്നെ പാടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. ഹർഷ, ജഡ്ജസ് പറഞ്ഞു ഗ്രാഫ് നേരെ മേലോട്ടേക്കാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ സ്റ്റാർ സീറ്റ് കിട്ടിയപ്പോഴാണ് മോളുടെ കോൺഫിഡൻസ് കൂടിയെന്ന്. അല്ലേ? ആണോ? ആ ഒരു സീറ്റിനൊരു എന്താ പറയാ ജസ്റ്റിസ് കൊടുത്ത് മോളിന്ന് പാടി. അതിനുള്ള റിസൾട്ട് വളരെ നല്ലത് തന്നെയായിരിക്കും ഞങ്ങൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നു. സോ ഹർഷ, നമുക്ക് റിസൾട്ടിനായി കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യണം. ഹാവ് എ സീറ്റ്. താങ്ക് യു.